ഹലോ മക്കളെ, നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. അതായത് ചാപ്റ്ററാണ്, ഫിസിക്സിലെ ചാപ്റ്ററാണ്. സ്വാഭാവികമായിട്ട് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്സിലെ ഏത് ബ്രാഞ്ചായിട്ട് വരും? സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കുട്ടികളാണ്, പഠിക്കുകയാണോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പോവും അല്ലേ? +2 കഴിയും, പിന്നെ നിങ്ങൾ ഡിഗ്രിക്കോ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ എവിടെയെങ്കിലുമൊക്കെ പോവും. ആ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്ക് ഫിസിക്സിന്റെ ഏത് ബ്രാഞ്ചിൽ പെടും. ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് ബ്രാഞ്ചസ് ചേർന്നതാണല്ലോ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ വരുന്ന ചാപ്റ്ററാണ് ഈ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട പേപ്പർ, നിങ്ങൾ പഠിക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ഒരു ബേസിക് ഫുഡ് പ്രിന്റ് അല്ലെങ്കിൽ ഫുഡ് വർക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് നല്ല ഡെപ്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി പോയാൽ മാത്രമേ ഈ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് വരുമ്പോൾ 10th-ലായാലും +1-ലായാലും +2-ലായാലും ഒക്കെ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ യൂസ്ഫുൾ ഉണ്ടാകത്തുള്ളൂ. അപ്പം നല്ലപോലെ ശ്രദ്ധിച്ച് ഈ ചാപ്റ്റർ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പം ഈ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം എന്ന് പറയുന്നത് ലിങ്ക്ഡ് ഇൻ ആയിട്ട് നിൽക്കുന്നത്. ലിങ്ക്ഡ് ഇൻ എന്ന് പറയുമ്പോൾ എന്തോ, അതായത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അല്ലേ? ഈ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഇത് ലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് പരസ്പരം പൂരകമാണ്, അല്ലെങ്കിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഒരു എക്സ്പെരിമെന്റ് നടന്നപ്പോഴാണല്ലേ? ആ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? അതായത് ഒരു കോപ്പർ വയർ, ഒരു കറണ്ട് പാസിങ് കോപ്പർ വയറിൽ ബാറ്ററി കണക്ട് ചെയ്തുള്ള ഇതിൽ ഒരു എന്ത് വെച്ചു? നമ്മളൊരു കോമ്പസ് വെച്ചു. ഓക്കെ, കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പ്രസൻസ് ഓഫ് മാഗ്നറ്റ് ഉണ്ടെന്നല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇലക്ട്രിക് കറണ്ടിന്റെ റിസൾട്ടായിട്ട് എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ബ്രാഞ്ചിനെ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ട് മുഖേന മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ഡ്യൂ ടു ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്പ്. ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിസം. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഒരു കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള വയർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റ് വരെ ആക്ട് ചെയ്യുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഇതൊരു ഓർഡിനറി മാഗ്നറ്റിനെ പോലെയാണോ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ, സെയിം സൈഡ്സ് റിപ്പൽ അല്ലെങ്കിൽ സെയിം ബോൾസ് റിപ്പൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ഈച്ച് അതർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒറിജിനൽ മാഗ്നറ്റിസം ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടാണ് മാഗ്നറ്റിസം ഉണ്ടായത്. ഇറ്റ് ഇസ് ഇലക്ട്രോ മാഗ്നറ്റിസം. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വയർ അല്ലെങ്കിൽ ഒരു കോപ്പർ വയർ എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റേഡ്. ഓക്കെ, അതിന് 1820-ലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഒരു ആക്സിഡന്റൽ ഡിസ്കവറിംഗ് ആണ്. ഇപ്പൊ എക്സ്റേ റോൺചെൻ എക്സ്റേ കണ്ടുപിടിച്ചത് ഒരു ആക്സിഡന്റൽ ഇതായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം വേറൊരു കണ്ടെത്തലിന് വേണ്ടി മുഖേന നിന്നപ്പോൾ ഇത് ആക്സിഡന്റലി ഇത് കണ്ടെത്തപ്പെടുകയാണ് എക്സ്റേ ചെയ്തത്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു ആക്സിഡന്റൽ ഡിസ്കവറിയാണ്. ഇനി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഓസ്റ്റേഡ് എന്നാണ് കേട്ടോ. ഓസ്റ്റേഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ യൂണിറ്റ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആണല്ലേ? അപ്പം ഈ കോമ്പസ് നീഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മോൾ ബാർ മാഗ്നറ്റ് ആണ്. അപ്പോൾ അവിടെ എന്താണ്? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഡിഫ്ലക്ഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ നോർത്ത് സീക്കിംഗ് ആയിട്ട്, അതായത് നോർത്തിലോട്ട് നോക്കിയിരിക്കുന്നത് സൗത്തിലോട്ട് നോക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഫീൽഡ്. അതായത് പറയുന്നത്രേ ഉള്ളൂ, ഈ ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത മാഗ്നറ്റിക് ഫീൽഡും ഒരു സാധാ ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ സൗത്ത് പോളിലോട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന, അതുപോലെ കാണിക്കുന്ന രണ്ട് പൊളാരിറ്റി കാണിക്കുന്ന, രണ്ട് പോൾസ് കാണിക്കുന്ന രണ്ട് ഫാക്ടറികളുണ്ട്. അതിപ്പോൾ നോർത്തും സൗത്തും ആണെന്നല്ല പറയേണ്ട, നോർത്ത് സീക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എർത്തിന്റെ നോർത്ത് പോളിനെ സീക്ക് ചെയ്യുന്നതും എർത്തിന്റെ സൗത്ത് പോളിനെ സീക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഈ ഇലക്ട്രോ മാഗ്നറ്റിസത്തിലുള്ള മാഗ്നറ്റിക് പോൾസ്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ പറയുന്നത് പോലെ എല്ലാം ഉണ്ട്. അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യുന്നു,
ലൈറ്റ് പോൾസ് റിപ്പൽ ചെയ്യുന്നു, എല്ലാം നമ്മൾ നോർമൽ പറയുന്ന കണ്ടീഷൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാച്ചുറലി ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള നോർത്ത് പോൾ സൗത്ത് പോൾ അല്ല, ഇവിടെ ഈ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതിൻ്റെ നോർത്ത് പോൾ എർത്തിൻ്റെ നോർത്ത് പോളിനെ സീക്ക് ചെയ്യുന്നതും സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സൗത്ത് പോളിനെ സീക്ക് ചെയ്യുന്നതുമാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് സിമ്പിളാണ്. ഒരു ബാർ മാഗ്നറ്റ് അങ്ങോട്ട് എടുത്ത് വയ്ക്കണം. ഓക്കെ, വെള്ള പേപ്പറിൽ കുറച്ച് അയൺ ഫില്ലിങ്സ്, അയൺ പൊടി, ഇരുമ്പ് പൊടികൾ ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ അലൈൻ ചെയ്തിട്ട് ഇതിനെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് എക്സേർട്ട് ആവുന്ന സമയത്ത് എന്ത് പറ്റും, ഇതെല്ലാം കൂടെ അലൈൻ ചെയ്യും. ഈ മാഗ്നറ്റിക് ലൈൻസായിട്ട് ഈ അയൺ ഫില്ലിങ്സ് അലൈൻ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അലൈൻമെൻറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ അയൺ ഫില്ലിങ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാ പറയുന്നത്. ഫിക്സ് എ വൈറ്റ് പേപ്പർ ഓൺ എ ഡ്രോയിങ് ബോർഡ് ആൻഡ് പ്ലേസ് എ ബാർ മാഗ്നറ്റ് സെൻറ്റർ, സ്പ്രിങ്കിൾ സം അയൺ ഫില്ലിങ്സ് യൂണിഫോംലി അറൗണ്ട് ദ ബാർ മാഗ്നറ്റ്, ടാപ്പ് ദ ബോർഡ് ജെന്റ്ലി, ബോർഡിൽ ജെന്റ്ലി ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, അയൺ ഫില്ലിങ്സ് എന്ന് പറയുന്നത് അലൈൻ ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലോട്ട് അലൈൻ ചെയ്യും. കാരണം അത്രേ ഉള്ളൂ, അയൺ ഫില്ലിങ്സ് എന്ന് പറയുന്നതിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എവിടെ നിന്ന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡിൽ കൊടുത്തിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ഈ അയൺ ഫില്ലിങ്സിന് എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഈ പാത്ത് ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ഈ ഏരിയ അറൗണ്ട് ദ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഫീൽഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് മാച്ചിൻ്റെ അത് ഫീൽഡ് എന്ന് പറയുന്നത് എന്തുവാ, ബൗണ്ടറി വരെയുള്ള ബാറ്റ്സ്മാൻ നിൽക്കുന്ന പോയിന്റ് മുതൽ ബൗണ്ടറി വരെയുള്ള ആ ബാറ്റ്സ്മാന് ഫ്രീഡം ഉള്ള അത്രയും പോയിന്റ്, അതാണല്ലോ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്, ക്രിക്കറ്റ് പിച്ചിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക്കിന് ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്ന അത്രയും റീജിയൻ തന്നെയാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ അയൺ ഫീലിങ്സ് ഓരോ അലൈനായിട്ട് നിന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ പറയുന്നത്, ആ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇത്തവണ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ ഫീൽഡാണ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സൗത്ത് പോൾ ഫേസിങ് ദ സൗത്ത് പോൾ അല്ലെങ്കിൽ നോർത്ത് പോൾ ഫേസിങ് ദ നോർത്ത് പോൾ എന്ന രീതിയിൽ ഓരോ സമയം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ നമ്മൾ എന്താണ് ആ കോമ്പസ് കൊണ്ടുവന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്ത് അങ്ങനെ അവസാനം നമ്മളാണെങ്കിൽ മൊത്തത്തിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നോർത്തിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്നത് സൗത്തിൽ എൻഡ് ചെയ്യുകയും മാഗ്നറ്റിൻ്റെ ഇൻസൈഡിലൂടെ സൗത്ത് ടു നോർത്ത് പോവുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. കണ്ടില്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്വാണ്ടിറ്റി ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞതിന് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടാണ്. ഓക്കെ, പിന്നെ എന്താണ്, ഇൻസൈഡ് എന്ന മാഗ്നറ്റ് എന്താണ് സംഭവിക്കുന്നത്, സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലോട്ടാണ് ഈ പോയിന്റ്സ് പോകുന്നത്. പിന്നെ എന്താണ്, ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് ഒരു ദാറ്റ് മീൻ ബിക്കോസ് ദ കോമ്പസ് നീഡിൽ എന്ന് പറയുന്നത് കാനോട്ട് പോയിന്റ് ടുവാർഡ്സ് ദ ടു ഡയറക്ഷൻസ് അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ്റെ അടുത്ത് ഈ കോമ്പസ് നീഡിലിന് ഒരു എടുത്തോടും പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ക്രോസ് ഓവർ ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നടത്താൻ പോകുന്നത്. ഓക്കെ, അവിടെ ഒന്നുമില്ല, നമ്മളൊരു കണ്ടക്ടറിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, മാഗ്നറ്റിക് നീഡിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ മാർക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു, ഈ കോപ്പർ ഫീൽഡ് ലൈൻസിൽ അല്ലെങ്കിൽ കോപ്പർ വയർ എന്ന് പറയുന്നത് സെൻറ്റർ ആക്കി നിർത്തിക്കൊണ്ട് ഒരു നോർമൽ ടു പ്ലെയിൻ ഓഫ് റെക്ടാങ്കിൾ കാർഡ്ബോർഡ് ബോർഡിൽ നടക്കുമ്പോൾ അവിടെ വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് കൊടുക്കുക, മീറ്ററും കൊടുക്കുകയൊക്കെ ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിനുണ്ടാകുന്ന വേരിയേഷൻസ് ആസ് എ റിസൾട്ട് ആ അയൺ ഫീലിങ്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് അറൗണ്ട് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പാറ്റേൺ ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഏതില്ല, മാഗ്നറ്റിക് ഫീൽഡ് ടു കറണ്ട് ത്രൂ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ കേസിൽ ഇത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യമേ നമ്മൾ നോക്കിയത് സ്റ്റാൻഡേർഡ് മാഗ്നറ്റിൻ്റെ ഇതാണ്. ഇവിടെ പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫീൽഡ് ലൈൻസ്, എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലോടാണ് അലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്, അയൺ ഫില്ലിങ്സ് അലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്.
അതാ പറയുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ റിവേഴ്സ് ചെയ്യും. ഡയറക്ഷൻ ഓഫ് കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നടക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആവുന്നത് എപ്പോഴാണ്? കറണ്ട് ത്രൂ ദ വയർ ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട് അവിടെ. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിൽ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ആവുന്നത് എപ്പോഴാണ്? ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവുമ്പോഴാണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലാക്കാം. പിന്നെന്താണ്? ഫീൽഡ് ഓഫ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറണ്ട് ക്യാരി കണ്ടക്ടറിന്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതനുസരിച്ചാണ് ഡയറക്റ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറ്റർ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് മാക്സ്വെല്ലിന്റെ കോർക്സ്ക്രൂ റൂൾസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തം റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ വെച്ച് പറയാം. അവിടെ പോയിന്റ് ചെയ്യുന്ന കണ്ടില്ലയോ? അതായത് കറണ്ട് എന്ന് പറയുന്നത് പിന്നെ തമ്പിന്റെ പോയിന്റ് ചെയ്തുള്ള ഡയറക്ഷൻ ആണെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് ഫിംഗേഴ്സ് എല്ലാം കൂടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് റൈറ്റ് ഹാൻഡ് തം റൂള്. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ എന്താണ് പറയുക ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മക്കളും പഠിച്ച് നോട്ട്സൊക്കെ എഴുതി നല്ല വൃത്തിയായിട്ടിരിക്കുമല്ലോ. ഹാവ് എ നൈസ് ഡേ.